ഇന്ത്യ ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിച്ച ഈ നടപടികളെ എങ്ങനെയാണ് കാണുന്നത്? അതിനു മുമ്പൊക്കെ ഒരു എന്താ പറയുക വാർലൈക്ക് സിറ്റുവേഷൻ ഉണ്ട് എന്ന വ്യാഖ്യാനം പോലും ഉണ്ടായിരുന്നു. അതിനനുസരിച്ചായിരിക്കും ഈ നയതന്ത്ര നടപടികൾ ഉണ്ടാവുക എന്ന് പോലും പറഞ്ഞിരുന്നു. ഈ നടപടികളെ എങ്ങനെ കാണണം നമ്മൾ? ആ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, പ്രാദേശികമായും ആഭ്യന്തരമായി ദുർബലമാവുകയും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ദുർബലമാവുകയും പ്രാദേശികമായി ഒറ്റപ്പെടുകയും അന്തർദേശീയ തലത്തിലും ഒറ്റപ്പെടുകയും ചെയ്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഈ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വടിക്ക് നിരവധി പക്ഷികൾ എന്ന കാഴ്ചപ്പാടിൽ ഞങ്ങളെ എഴുതി തള്ളാറായിട്ടില്ല. കാശ്മീർ പ്രശ്നത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രാദേശിക സമാധാനത്തിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഞങ്ങള് ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ വേണ്ട, ഗൾഫ് രാജ്യങ്ങൾ പഴയതുപോലെ പാകിസ്ഥാനെ സഹായിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിൽ വരുമെന്ന് കരുതിയെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിൽ വന്നില്ല. അഫ്ഗാനിസ്ഥാനും ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളും വെടിവെപ്പും നടന്നു. ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നു. ചൈന പഴയതുപോലെ അത്ര ആത്മാർത്ഥത പാകിസ്ഥാനോട് കാണിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുകയും പ്രകൃതി ദുരന്തത്താലും ആഭ്യന്തര ഭീകരാക്രമണങ്ങളാലും സാമ്പത്തിക പ്രതിസന്ധികളാലും ഒക്കെ തകർന്ന ഭരണകൂടം, ദുർബലമായ ഒരു ഭരണകൂടവുമുള്ള ഒരു രാഷ്ട്രത്തെ ഞങ്ങൾ വീണ്ടും പരിഗണിക്കപ്പെടേണ്ടവരാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ്, അവഗണിക്കപ്പെടേണ്ടവരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മിന്നലാക്രമണം എന്നൊക്കെ തരത്തിൽ പറയാവുന്ന ഇന്ത്യയിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ആക്രമണമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഇതിനോട് അതിശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല പങ്കിടുന്നതിനുമായി സംബന്ധിച്ചുള്ള തീരുമാനമാണ്. തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ച് 1960 ഉണ്ടാക്കിയ കരാറാണത്. ആ കരാറ് 2016 ഉറി ആക്രമണം നടന്നപ്പോൾ തന്നെ നമ്മൾ മരവിപ്പിക്കാൻ ഉള്ള നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് പോയില്ല. ഇപ്പോഴുണ്ടായ, അതായത് നമ്മളെ നടുക്കുന്ന, നമ്മൾ കാര്യങ്ങൾ ഏകദേശം മെച്ചപ്പെട്ടു വരുന്നു കാശ്മീരിൽ എന്ന് കരുതിയിരിക്കുകയും ഒരു നോർമാലിറ്റിയിലേക്ക് വരുന്നുവെന്ന് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഈ ആക്രമണം, പഹൽഗാം പോലെയുള്ള സ്ഥലത്തുണ്ടായിരിക്കുന്ന ഈ ആക്രമണം, പഹൽഗാമിലെ ബൈസരൺ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സാമ്പത്തികമായി ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുന്ന കാശ്മീരിലെ വളരെ സുപ്രധാനമായ വരുമാന തൊഴിൽ മാർഗമാണ് ഈ വിനോദസഞ്ചാരം. ആ വിനോദസഞ്ചാര മേഖല ശക്തിപ്പെടുകയും കൂടുതൽ വിനോദസഞ്ചാരികളോട് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നേരത്തെ മുൻകാലങ്ങളിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഭീകര സംഘടനകളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ധാരണ, ഈ വിനോദസഞ്ചാരികളെ കൂട്ടമായി ആക്രമിക്കരുത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഉണ്ടായത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ അതായത് ആക്രമണം നടത്തിയത് മാത്രമല്ല, ഒരു കൂട്ടക്കൊലയാണ് നടത്തിയത്. ആ കൂട്ടക്കൊല തന്നെ ഒരു മതം തിരിച്ച് കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതും, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഒന്നായി നിന്നുകൊണ്ട് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നും ഒക്കെ നമ്മൾ പരിശോധിക്കുകയും അതേസമയം തന്നെ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്ക് എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് പിന്തുണ നൽകുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കണം. അതോടൊപ്പം എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിക്കുകയും വേണ്ട ഒരു സന്ദർഭമാണ് ഇത്. റൈറ്റ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഈ നയതന്ത്ര നടപടികൾ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ? അതോ ഒരു മിനിമം ലെവലിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിന് പാകത്തിലുള്ള ഹൈക്കമ്മീഷണറേറ്റിലുള്ള ജീവനക്കാരെ നിലനിർത്തുന്നു, ബാക്കി എല്ലാ ബന്ധങ്ങളും, അതായത് വ്യാപാര ബന്ധങ്ങൾ അടക്കം നിർത്തുന്നു? ഇപ്പോൾ അട്ടാരി അതിർത്തി അടയ്ക്കുന്നു,
അങ്ങനെ എല്ലാ നടപടികളും പ്രഖ്യാപിച്ചിട്ട് വിസ നൽകുന്നില്ല, സന്ദർശക വിസ പോലും നൽകുന്നില്ല. അപ്പോൾ മറ്റ് വളരെ പരിമിതമായ തോതിലുള്ള ബന്ധം നിലനിർത്തുകയും ബാക്കി എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വ്യാപാര ബന്ധം അടക്കം നിർത്തുന്നു. അങ്ങനെയാണോ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇവിടെ ഇല്ല, അതിനെ ഞങ്ങൾക്ക് ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലൊരു നിലയിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടികൾ വന്നതിനോടുള്ള ഒരു പ്രതികരണം കൂടിയിട്ടാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അയൽ രാജ്യങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അയൽ രാജ്യങ്ങളെ പാകിസ്ഥാൻ 3000-ഓളം കിലോമീറ്ററാണ് നമ്മളും അവരും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് കാരണവശാലും പാകിസ്ഥാനെ അവഗണിക്കുന്ന ഒരു സമീപനം നമുക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള, അവരുമായി ചർച്ച ചെയ്യാനുള്ള ട്രാക്ക് 1, ട്രാക്ക് 1.5, ട്രാക്ക് 2 എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവർ വളരെ ദുർബലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ, അവർ സാമ്പത്തികമായി ദുർബലമാണ്, സാമൂഹ്യമായി ദുർബലമാണ്, അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഈ ഘട്ടം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ പാകിസ്ഥാനുമായി നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് നമ്മളോട് കുറച്ചുകൂടി ആഭിമുഖ്യമുള്ള ആളായി പരിഗണിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് വാസ്തവത്തിൽ അവരുമായി ചർച്ചകൾ നടത്തി, അതായത് നമുക്ക് 2021 ഒരു LOC വെടിനിർത്തൽ കരാർ നമ്മൾ ഒപ്പിട്ടതാണ്. അപ്പൊ അത് ഏകദേശം കുറച്ചു നാളൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവരുമായി ഈ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടപ്പിലാക്കി പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അപ്പൊ അതിനെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇന്ത്യ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഞങ്ങള് പ്രമുഖമായ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ഇവിടെ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അസിം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി പറഞ്ഞത്, കാശ്മീരം എന്ന് പറയുന്നത് കഴുത്തിലെ ഞരമ്പാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും രണ്ടാണ്, രണ്ട് മതങ്ങളാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് ചരിത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയത് ഒരു പക്ഷേ ഇത്തരമൊരു ആക്രമണത്തിന്റെ മുന്നോടിയായിട്ടുള്ള സൂചനയായിരിക്കണം. കാരണം അസിം മുനീർ എന്ന് പറയുന്നയാൾ ISIയുടെ മേധാവിയായിരുന്ന ആളാണ്, ഇന്ത്യയോട് ഭയങ്കരമായ ശത്രുത പുലർത്തുന്ന ആളാണ്, ഇപ്പോൾ കരസേനാ മേധാവിയാണ്. നമുക്കറിയാം പാകിസ്ഥാൻ ഭരണകൂടം വളരെ ദുർബലമാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ട് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ വളരെയധികം സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു കോalition ഗവൺമെന്റ് ആണ്. അപ്പോൾ വാസ്തവത്തിൽ ഭരണത്തിന്റെ നിയന്ത്രണം റാവൽപിണ്ടിയാണ്, ഇസ്ലാമാബാദ് അല്ല. അപ്പോൾ ഞങ്ങളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഒറ്റപ്പെട്ട് നിന്ന കാശ്മീരിനെ ഒരു വെടിക്ക് ഒറ്റ സംഭവത്തിലൂടെ, നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിൽക്കുന്ന സന്ദർഭം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നിൽക്കുന്ന സന്ദർഭം, ഇപ്പൊ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസരം വാസ്തവത്തിൽ അവരുടെ ഗ്രീവൻസസ്, ഈ പാകിസ്ഥാന് ഉള്ള ഗ്രീവൻസസ് മുമ്പോട്ട് വെക്കാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട അവസരമായിട്ട് അതിന്റെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം അതുകൊണ്ടാണ്, അതായത് നമ്മൾ അവരെ അവഗണിക്കുന്നു, ലോകം തന്നെ അവഗണിക്കുന്നു, അമേരിക്ക അവഗണിക്കുന്നു, സൗദി അറേബ്യ അവഗണിക്കുന്നു, ചൈന അവഗണിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ അവഗണിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങൾ പ്രാധാന്യമുള്ളവരാണെന്ന് തെളിയിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് പഹൽഗാമിൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, അതായത് പാകിസ്ഥാനുമായി എൻഗേജ് ചെയ്യാൻ പാകിസ്ഥാൻ കുറെ കൂടെ ദുർബലമായിരിക്കുന്ന സാമൂഹ്യമായി, രാഷ്ട്രീയമായി, ഭരണ സ്ഥിരതയില്ലാത്തൊരവസ്ഥയിൽ ആ സമയത്ത് അവരുമായി എൻഗേജ് ചെയ്യാൻ കൂടുതൽ അവസരമുണ്ടായിരുന്നു. ആ അവസരം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, അത് നമ്മൾ ഒരു തരത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വിജയിച്ചു. ഒരു ഭാഗത്ത് വിജയിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഭീകരതയുടെ ആഗോള തലസ്ഥാനം എന്ന് നമ്മൾ നിരന്തരമായി ലോകത്തൊട്ടാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഈ ലോകം ഒരു തരത്തിൽ അംഗീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ ഒരു തരത്തിൽ അവരെ പാകിസ്ഥാൻ ടെററിസത്തിന്റെ ആഗോള തലസ്ഥാനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവർ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ വാസ്തവത്തിൽ മറ്റൊരു ട്രാക്ക് കൂടി നമ്മൾ തുറക്കണമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇനിഷ്യേറ്റീവ്സ്
വാസ്തവത്തിൽ നമ്മൾ എടുക്കേണ്ടതായിരുന്നു. അവിടെ ആ തരത്തിൽ നമുക്ക്, അതായത് 2021 നമ്മളൊരു LOC അഗ്രിമെന്റ് ഒപ്പിട്ടെങ്കിലും അത് പിന്നാലെ തകരുകയും അതിർത്തിയിൽ വെടിവെപ്പുകൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇനിഷ്യേറ്റീവ്, കാരണം സുരക്ഷ എന്ന് പറയുന്നത് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നും അവർ വളരെ ദുർബലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അത്തരമൊരു ഇനിഷ്യേറ്റീവ്, ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് നമ്മൾ കാര്യമായി നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഈ ഇപ്പോഴുണ്ടായ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.